അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാം ആശയങ്ങളും അടിസ്ഥാന മൗലിക ചർച്ചകളെയും കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാം എന്നുള്ള പദം ശാന്തി, സമാധാനം, സമർപ്പണം എന്നുള്ള ആശയത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഇസ്ലാം എന്നുള്ള ചർച്ചയിൽ സ്വാഭാവികമായും പൊതുവെ തുടങ്ങാറ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ള ചരിത്രമാണ് നമ്മൾ പരാമർശിക്കാറ്. പക്ഷേ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പ്രപഞ്ചോൽപത്തി തുടക്കം തന്നെ അള്ളാഹു ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്ന ആ ചർച്ച മുതൽക്കേ തന്നെ ഇസ്ലാമിൻ്റെ ചർച്ചകൾ തുടക്കമിടുന്നു എന്ന് നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു ചരിത്രപരമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് വെക്കുന്നത് യഥാർത്ഥത്തിൽ അത് ഇസ്ലാമികമായ നിലപാട് അല്ല എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം പ്രവാചകന്മാരുടെ കണ്ണിയിലെ അവസാനത്തെ പ്രവാചകൻ റസൂൽ എന്ന രീതിയിലാണ് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ പരിചയപ്പെടുത്തുന്നത്. അന്ത്യപ്രവാചകൻ എന്നുള്ള ഒരു പദവി ഉള്ളതുകൊണ്ടും ആ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരുപാട് പ്രവാചകന്മാരിലൂടെ ഇസ്ലാമിക സന്ദേശം കൈമാറി വരികയും അത് വഴിതെറ്റിപ്പോവുകയും ചില അവരിൽ തന്നെ ഉണ്ടായിരുന്ന വിവിധ സമുദായ അംഗങ്ങളുടെ കൈകടത്തൽ കൂടി അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കലിലൂടെ വേണ്ട രീതിയിലുള്ള അർത്ഥത്തിൽ നിന്ന് മാറുകയും ശരിയല്ലാത്ത വായനകളും കൂട്ടിച്ചേർക്കലുകളും ഉണ്ടായതിൻ്റെ ഫലമായി പിന്നീട് വീണ്ടും പ്രവാചകന്മാരിൽ എത്തുകയും അവസാനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പരിശുദ്ധ ഖുർആനിൻ്റെ സാന്നിധ്യത്തിലൂടെ ഇസ്ലാമിൻ്റെ ഒരു പൂർത്തീകരണം, ആശയ പൂർത്തീകരണം സംഭവിക്കുകയാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ആശയത്തിൻ്റെ തുടക്കം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് എന്ന ചർച്ച അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഒരു ചരിത്രപരതയെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആശയത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചകളെ ചുരുക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുൻകാല പ്രവാചകന്മാരിൽ എന്തുകൊണ്ട് ഇസ്ലാം വന്നു എന്നുള്ള ഒരു ചരിത്രത്തിൽ മുൻകാല സമൂഹങ്ങളുടെ പരാമർശം എന്തുകൊണ്ട് ഖുർആൻ പരാമർശിച്ചു എന്നുള്ളതും കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. ആദം നബിക്ക് ശേഷം പിന്നീട് നൂഹ് നബിയും അതിനുശേഷമുള്ള നിരവധി പ്രവാചകന്മാർ, ഹദീസിൽ പരാമർശിച്ച പോലെ തന്നെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ, ഖുർആനിൽ പരാമർശിച്ച 25ഓളം പ്രവാചകന്മാരുടെ വിവിധ പ്രദേശങ്ങളിലുള്ള സാന്നിധ്യവും അതുപോലെ വലഖദ് അർസൽനാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എല്ലാ ഉമ്മത്തുകളിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകരെ നാം അയച്ചിട്ടുണ്ട് എന്ന ഖുർആനിക പരാമർശം തന്നെ അത് ഇസ്ലാം എന്നതിൻ്റെ പ്രപഞ്ചോൽപത്തിയിലേക്ക് ആദം അലൈഹി ഇസ്ലാമിലേക്കും പിന്നീടുള്ള കാലങ്ങളിലേക്കും കണക്റ്റ് ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്നതിൻ്റെ ഒരു ചരിത്രപരതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കണക്റ്റ് ചെയ്യുകയും അതിനെ കേന്ദ്രീകരിച്ചും അവിടുന്ന് പിന്നീട് തുടങ്ങുന്ന ഒരു ലോകത്തെക്കുറിച്ചും സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്ര വായനയുടെ തെറ്റായ രീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഖുർആൻ പരാമർശിച്ച രീതിയിലുള്ള ഇസ്ലാമിക ചരിത്ര വായന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളെക്കുറിച്ചിട്ടുള്ള അന്വേഷണം തുടങ്ങേണ്ടത് മുൻകാല സമൂഹങ്ങളിൽ അവരിൽ വന്ന പ്രവാചകന്മാരെയും അവരുടെ സന്ദേശങ്ങളെയും ചേർത്ത് വെക്കുമ്പോഴാണ് എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത് ചരിത്രപരതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇസ്ലാമിൻ്റെ പ്രധാനം ആ പദം തന്നെ സൂചിപ്പിക്കുന്ന ശാന്തി, സമാധാനം, സമർപ്പണം എന്നുള്ള ഇസ്ലാമിൽ നിന്നും വിവിധ അർത്ഥങ്ങൾ നമുക്ക് ഉദ്ധരിക്കുവാൻ കഴിയും. അതേസമയം തന്നെ ഖുർആൻ എങ്ങനെയാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിക ആശയങ്ങളെ, ദൈവവിശ്വാസമാവട്ടെ, അതിൽ പ്രവാചകന്മാരെക്കുറിച്ചിട്ടുള്ള ചർച്ചകളാവട്ടെ, വേദഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാവട്ടെ, ഇതിലെല്ലാം
ഒരു സമർപ്പണം, ശാന്തി, സമാധാനം എന്ന പദത്തിനേക്കാളും അപ്പുറം റഹ്മത്ത് എന്നുള്ള പദത്തിനെ ചേർത്ത് വെക്കുന്നതായി കാണുവാൻ കഴിയും. ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെ റബ്ബുൽ ആലമീൻ എന്നത് പറയും പോലെ തന്നെ റഹ്മത്തുല്ലിൽ ആലമീൻ എന്നുള്ളൊരു ആശയം കൂടി അവിടെ കടന്നു വരുന്നുണ്ട്. റഹ്മത്ത് കാരുണ്യമെന്നും അനുഗ്രഹമെന്നുമൊക്കെ നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ആ പദം, അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പദം തന്നെ റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കുവാനും കൂടി ഉപയോഗിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ മറ്റൊരു ഇമേജും കൂടി ഖുർആൻ വരച്ച് കാണിച്ചു തരുന്നു എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം എന്നുള്ള പദത്തിലേക്ക് മാത്രം ചർച്ച ഒതുക്കുന്നതിൻ്റെ അപ്പുറം ഖുർആൻ എങ്ങനെയാണ് പ്രവാചകന്മാരുടെ സന്ദേശത്തെയും അല്ലെങ്കിൽ ഇസ്ലാം എന്ന ആ ആശയ സംവിധാനത്തെയും സ്ഥാപനത്തെയും വിവിധ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണല്ലോ ഇസ്ലാം. അത് ചിലപ്പോൾ അതൊരു ആശയ സംവിധാനമാവാം, ഒരു ഫ്രെയിംവർക്കായി രൂപപ്പെടാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഭരണ സംവിധാനം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ പോലും ഇസ്ലാം ആയി വരുന്ന ഒരു ചരിത്ര വർത്തമാനവും കൂടി അതിൻ്റെ ഇടയിലുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിനെ ഇസ്ലാം എങ്ങനെ പരിചയപ്പെടുത്തുന്നു എന്നതും കൂടി അറിയേണ്ടതുണ്ട്. അതിലെ പ്രധാനപ്പെട്ട പദമാണ് റഹ്മത്ത് എന്നുള്ള പദം. കാരണം ഇസ്ലാമിക വിശ്വാസ പ്രകാരം അത് ദൈവവിശ്വാസത്തെയാണ്, അതായത് തൗഹീദിനെ പ്രമുഖമായി ആദ്യമായി മുന്നിൽ വെക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 3 കൺസെപ്റ്റാണല്ലോ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. അത് തൗഹീദ് എന്ത് എന്നുള്ളതിനെ അള്ളാഹു ഏകനാണ് സൂറത്തുൽ ഇഖ്ലാസിൽ പഠിപ്പിക്കുന്നത് പോലെ വിവിധ തരത്തിൽ അള്ളാഹു ഏകനാണ്, അനാശ്രയനാണ്, ആരുടെയും സഹായമില്ല, ആരുടെയും സന്താനമോ ആരുടെയും പിതാവോ ആരുമല്ല എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്ന കൂടെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള റഹ്മാനും റഹീമും എന്നുള്ള പദം, റഹ്മത്ത് എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിക്കപ്പെട്ട ഈ പദം അതുപോലും തൗഹീദിൻ്റെ ഒരു വിശാലമായ ഒരു ഭാവന നമുക്ക് നൽകുന്നു എന്നതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ, വിവിധ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ അത് സുവിശേഷം എന്ന നിലയിൽ ബഷീർ എന്ന രീതിയിൽ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മുന്നറിയിപ്പ്, എന്തിനാണ് ഒരു മുന്നറിയിപ്പ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? മുന്നറിയിപ്പ് പഠിപ്പിക്കുന്നത് ഇസ്ലാം സമൂഹത്തോട് കരുണയുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന് സമൂഹത്തോട്, ലോക ജനതയോട് കരുണയും സ്നേഹവും ഉള്ളതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ചും വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നത് നദീർ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് പോലും ആ കരുണയിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ ഒരു ആശയത്തിൻ്റെ പ്രവിശാലമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുന്നറിയിപ്പ്, അതുപോലെ തന്നെ സന്തോഷ വർത്തമാനം എന്നുള്ള പദപ്രയോഗങ്ങളൊക്കെ. പിന്നീട് ഖുർആനെ തന്നെ പറയുന്നത് ഹുദ എന്നുള്ളതാണല്ലോ, സന്മാർഗം, സത്യമാർഗം, വഴി, ശരിയായ വഴി കാണിച്ചു തരുന്നത് എന്നുള്ളത്. ഹുദല്ലിന്നാസ് എന്നുള്ള ആശയം ഖുർആൻ ഉപയോഗിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന തലത്തിൽ നിന്നിലേക്ക് ഒതുങ്ങുന്നതിന് പകരം ഇസ്ലാം അത് ലോക ജനതയെ ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു ആശയവും കൂടിയായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ ഹുദല്ലിന്നാസ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഖുർആനിൽ തന്നെ അള്ളാഹുവിനെ എങ്ങനെ പരിചയപ്പെടുത്തുന്നു എന്നതും കൂടി നോക്കുക. സൂറത്തുൻ നാസ്, പ്രധാനപ്പെട്ട ചെറിയ സൂറത്തുകളിൽ ഖുർആൻ റെക്കോർഡ് ചെയ്യപ്പെട്ടതിൽ അവസാന സൂറത്തായ സൂറത്തുൻ നാസിൽ ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, മലിക്കിൻ നാസ്, ഇലാഹിൻ നാസ്, ഈ 3 ആശയത്തിലൂടെ തന്നെ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഖുർആനിൻ്റെ ഒരു പ്രാപഞ്ചിക സാമൂഹിക വീക്ഷണത്തെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് അള്ളാഹു എന്നത് അത് റബ്ബുൻ നാസാണ്, ജനങ്ങളുടെ റബ്ബാണ്. ഇലാഹുൻ നാസാണ്, ജനങ്ങളുടെ ആരാധ്യനാണ്. മലിക്കുൻ നാസാണ്, ജനങ്ങളുടെ യജമാനനും ഉടമസ്ഥനുമാണ് എന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അതായത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് തന്നെ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സീക്രട്ട് ടെക്സ്റ്റായ ഖുർആൻ അത് ഇസ്ലാമിനെയും അള്ളാഹുവിനെയും തൗഹീദിനെയും റിസാലത്തിനെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അതൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ഒതുങ്ങുന്നു എന്നതിൻ്റെ അപ്പുറം അത് കൂടുതൽ വിശാലമായൊരർത്ഥത്തിലേക്ക് മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ആശയ പ്രപഞ്ചം സൃഷ്ടിക്കുന്നുണ്ട് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാവാം ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നത്? കാരണം മുൻകാല വേദഗ്രന്ഥങ്ങൾ ലഭിച്ച സമൂഹങ്ങൾ
പിന്നീട് അവരുടെ പ്രവാചകന്മാരുടെ വധങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ അവരുടെ മരണങ്ങൾക്ക് ശേഷമോ ആ വേദഗ്രന്ഥത്തെ കൂട്ടിച്ചേർക്കുകയും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുകയും അതിലേക്ക് അവരുടേതായ സ്വന്തം താല്പര്യപ്രകാരമുള്ള നിയമവിധികളും ആശയങ്ങളും ചേർക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പലപ്പോഴും ഈ മുൻകാല പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങൾ ലഭിച്ച സമൂഹം അവർ തങ്ങൾ ഷാബുല്ലാഹിൽ മുഖ്താർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഞങ്ങൾ ചൂസൺ പീപ്പിളാണ്, അള്ളാഹു തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട സെലക്റ്റീവായ കൗമാണ് ഞങ്ങൾ എന്നുള്ളൊരു ആശയം ഈ മുൻകാല വേദഗ്രന്ഥം ലഭിച്ച സമൂഹങ്ങൾ പറയുമ്പോൾ അള്ളാഹു ഖുർആനിനെ പരിചയപ്പെടുത്തുന്നത് ഈ ഖുർആൻ ലഭിക്കേണ്ടവർ അല്ലെങ്കിൽ ഖുർആൻ സ്വീകരിക്കേണ്ടവർ, ഖുർആൻ്റെ ഓഡിയൻസ് ആയി വരുന്നവർ, ഇസ്ലാമിൻ്റെ ഓഡിയൻസ് ആയി വരുന്നവർ മുസ്ലിങ്ങൾ എന്ന ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിക്കപ്പുറം ലോക ജനതയെ തന്നെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആശയ സംവിധാനമാണ് ഇസ്ലാം എന്നുള്ളൊരാശയം ഖുർആൻ സ്വയം പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹുദൽ ലിന്നാസ് എന്നുള്ള പദം വരുന്നത്, അതുകൊണ്ട് തന്നെയാണ് റബ്ബുൽ ആലമീൻ എന്നുള്ള പദം വരുന്നത്, അതുകൊണ്ട് തന്നെയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നുള്ള പദവും വരുന്നത്, റഹ്മാനും റഹീമും എന്നുള്ള പദവും വരുന്നത്. അതുപോലെ തന്നെ മുൻകാല വേദഗ്രന്ഥങ്ങളിൽ അവർ ഈ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റുകൾ, ധാരണകൾ പലപ്പോഴും അതൊരു രക്ഷ അല്ലെങ്കിൽ ശിക്ഷകൻ എന്നുള്ള ഒരു ഭാവത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അസ്മാഉൽ ഹുസ്ന എന്നുള്ള വിവിധ പദപ്രയോഗങ്ങൾ അള്ളാഹുവിൻ്റെ ഏറ്റവും സുന്ദരമായ മെറ്റഫറുകൾ, ഉപമകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ അള്ളാഹു എന്ന് പറയുന്നത് ശിക്ഷകൻ എന്നതിൻ്റെ അപ്പുറം അള്ളാഹു സൃഷ്ടിക്കുകയും പിന്നെ ശിക്ഷിക്കുകയും ചെയ്യുന്ന നരക സ്വർഗ കാര്യങ്ങൾ മാത്രം നിയന്ത്രിക്കുന്ന അങ്ങനെ ഒരു ഭാവങ്ങൾക്കപ്പുറം ബഹുമുഖമായ ഒരു ഭാവന അള്ളാഹുവിനുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി ഈ അസ്മാഉൽ ഹുസ്ന പോലുള്ള അല്ലെങ്കിൽ റഹ്മാൻ റഹീം, ഗഫൂർ, റഹീം, അലീം ഇങ്ങനെ അടക്കമുള്ള നമുക്കറിയാവുന്ന ഈ ഉപമകളെല്ലാം അള്ളാഹുവിൻ്റെ വിവിധങ്ങളായ ഭാവങ്ങളെ പഠിപ്പിക്കുന്നതാണ് എന്നതും കൂടി ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെന്തിനാണ് എന്നത് വെച്ചാൽ അത് അള്ളാഹു എന്നുള്ള ഒരു ശിക്ഷകൻ എന്നതിൻ്റെ അപ്പുറം അള്ളാഹു എന്നത് മനുഷ്യ സമൂഹത്തിനോട് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് എന്നൊരാശയം കൂടി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം സൃഷ്ടിച്ചതിന് ശേഷം അത് ഒഴിവാക്കി വിടുകയും പിന്നീട് അവരെ ശിക്ഷിക്കാനും രക്ഷിക്കാനും മാത്രമുള്ള ഒരു ഉണ്മയായി മാറി നിൽക്കുന്നതിൻ്റെ അപ്പുറം മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ ജീവിത സ്പന്ദനങ്ങളിലും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ശക്തിയായും കൂടി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ മറ്റൊരർത്ഥമാണ് ഈ അസ്മാഉൽ ഹുസ്ന പോലുള്ള ആശയങ്ങൾ. അതായത് ആ ഒരു തരത്തിലാണ് എല്ലാവർക്കുമുള്ള ഒരു ദൈവം, ഒരു ശക്തി, പരാശക്തി എന്നുള്ള ഒരർത്ഥമാണ് ഇസ്ലാം തൗഹീദിനെ വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. റിസാലത്ത് എന്തിനാണ്? പ്രവാചകത്വം എന്തിനാണ്? ഒമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്ന ഒരാശയമാണ്. പ്രവാചകന്മാരെ അയക്കാത്ത കാലത്തോളം നമ്മൾ ആരെയും ശിക്ഷിക്കുന്നവനല്ല എന്ന് അള്ളാഹു സ്വയം പറയുന്നുണ്ട്. അതായത് പ്രവാചകന്മാരെ അയക്കുന്നത് അവർക്ക് സത്യമാർഗം നൽകുവാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് രക്ഷാശിക്ഷകളെക്കുറിച്ചുള്ള ബോധം നൽകുവാൻ വേണ്ടിയിട്ടാണ്, സത്യം അസത്യം, ധർമ്മം അധർമ്മം, ശരിയായതും മോശമായ വഴികളെക്കുറിച്ചുമുള്ള ബോധം നൽകുവാനും മുന്നറിയിപ്പ് നൽകുവാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത മാർഗത്തിൽ അവർ സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ എന്ന രീതിയിൽ ഈ പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങളും നൽകുന്ന ഒരു സംവിധാനവും കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് റിസാലത്ത്. ഈ റിസാലത്ത് എന്നുള്ളൊരു അർത്ഥത്തിൽ മറ്റൊരാശയം കൂടിയുണ്ട്. അള്ളാഹു എത്രത്തോളം റഹ്മാനും റഹീമുമാണ്, അല്ലെങ്കിൽ അള്ളാഹു എത്രത്തോളം ആദിലാണ്, നീതിമാനാണ് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി ഈ റിസാലത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് വേദഗ്രന്ഥങ്ങൾ അയച്ചതിന് ശേഷം അവർക്കാവശ്യമുള്ള നദീർമാരെ, അത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നവരെ, അംബിയാ മുർസലീങ്ങളെ അയച്ചതിന് ശേഷം അവർക്ക് ബോധ്യമായതിനു ശേഷമാണ് കുഫർ എന്നുള്ള ഒരു സാഹചര്യം രൂപപ്പെടുന്നത്. അതുവരെ അവർക്ക് ജഹാലത്ത് എന്നുള്ള ഒരു സാഹചര്യമാണുള്ളത്. അറിവില്ലായ്മയിൽ നിന്ന് അറിവുള്ള സാഹചര്യത്തിലേക്ക് വരികയും അവിടുന്ന് കുഫർ രൂപപ്പെടുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കുഫർ ആദ്യം രൂപപ്പെടുകയല്ല. കുഫർ
എന്നത് മറച്ചു വെക്കുന്ന എന്നുള്ള ഒരാശയത്തിൽ നിന്ന് കർഷകനും ഉപയോഗിക്കുന്നതായി ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് അറിവുള്ള സാഹചര്യത്തിലാണ് എന്നിട്ടും പ്രതിരോധകരമായ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്ന സാഹചര്യത്തെയാണ് കുഫ്റെന്നും അങ്ങനെ സ്വീകരിക്കുന്നവരെയാണ് കാഫറെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ആശയം പൊതുജന മധ്യത്തിൽ വ്യക്തമായി വരികയും അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് കുഫർ രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നീതി അവിടെ വ്യക്തമാവുന്നത്. അതായത് ഒരു ബോധവുമില്ലാത്ത ഒരു സമൂഹത്തെ ശിക്ഷിക്കുക എന്നതിൻ്റെ അപ്പുറം അവർക്ക് രക്ഷാശിക്ഷകളെക്കുറിച്ചുള്ള ബോധം നൽകുവാൻ അള്ളാഹു ഒരുക്കുന്ന സംവിധാനമാണ്. അത്രത്തോളം നീതി എന്ന് പറയുന്ന ഒരു സാമൂഹിക ഒരു സംവിധാനവും കൂടി ഇസ്ലാം പ്രവാചകത്വത്തിലൂടെ റിസാലത്തിലൂടെ ഒരുക്കി വെക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതിന് മറ്റൊരു ഭാഗമാണ് ആഖിറത്ത് എന്നുള്ളത്. എന്തിനാണ് ഒരു പരലോക വിശ്വാസത്തെക്കുറിച്ച് പരലോക വിശ്വാസങ്ങളെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത്? അതായത് ഈ ഭൂമിയിൽ ഒരു പക്ഷേ മർദ്ദിതനായ ഒരു ആവശ്യത്തിനനുസരിച്ച് പ്രതിഫലം ലഭിച്ചില്ല എന്നുള്ള ബോധമുള്ള, അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടും ആവശ്യമായ ബെനിഫിറ്റ് ഉണ്ടാക്കിയില്ല എന്ന ചിന്തയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനവും കൂടിയാണ് ആഖിറത്ത് എന്നുള്ളത്. അതായത് നീതി എന്നതിൻ്റെ മറ്റൊരു മുഖവും ആഖിറത്ത് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കരുണയുടെയും നീതിയുടെയും മറ്റൊരു മുഖമായും ആഖിറത്തിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. നിത്യജീവിതത്തിൽ ഒരു മനുഷ്യൻ വിശ്വാസിയായിരിക്കെ തന്നെ പക്ഷേ അവനുണ്ടാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളെ അത് മറ്റൊരു ലോകം അള്ളാഹു ഒരുക്കി വെക്കുന്നതിലൂടെ പരിഹരിക്കപ്പെടുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. നൂഹ് അലൈഹി ഇസ്ലാം പോലുള്ള വർഷങ്ങൾ പ്രബോധനം നടത്തിയ ആൾക്കാർ ഒരുപക്ഷെ ഭൗതികമായ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ മുന്നിൽ പരാജിതനായ ഒരു ഭാവമാണ് പലപ്പോഴും ഉണ്ടാവുക. എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും ഒരു വിജയ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സംവിധാനവും കൂടി ആഖിറത്ത് എന്നുള്ള കൺസെപ്റ്റിൽ കൂടി അള്ളാഹു സുബ്ഹാനഹു തആല അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം എന്ന സങ്കല്പം പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നതായും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഇങ്ങനെ ഈ ഒരു സാഹചര്യമാണ് റിവലേഷൻ എന്ന് പറയുന്ന വഹി എന്നതിൻ്റെ ഒരു അനിവാര്യതയെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ജനങ്ങൾക്ക് പഠിപ്പിക്കുക, ജനങ്ങൾക്ക് ബോധമുണ്ടാക്കി കൊടുക്കുക, ജനങ്ങൾക്ക് നന്മ തിന്മ ബോധങ്ങളെക്കുറിച്ചുള്ള വകതിരിവ് നൽകുക. അൽ ഫുർഖാൻ എന്ന് ഖുർആനെ തന്നെ പരിചയപ്പെടുത്തിയതുപോലെ അസത്യ ധർമ്മ അധർമ്മ വിവേചന വേദഗ്രന്ഥം എന്നുള്ള ഒരു ആശയം തന്നെ ഫുർഖാനിൽ ഉള്ളത്, അത് ജനങ്ങളുടെ രക്ഷയെയും ജനങ്ങളുടെ നന്മയെയും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ജനങ്ങളുടെ നല്ല ജീവിതത്തിനും കൂടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമായതുകൊണ്ടാണ്. റബ്ബനാ ഹബലനാ മിൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ഈ ദുനിയാവിലും പരലോകത്തിലും നമുക്ക് അല്ലാഹുവേ ഹസനത്ത് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഈ ഹസനത്ത് എന്ന് പറയുന്നത് പരലോകത്തിൽ ലഭിക്കുന്ന ഏറ്റവും എല്ലാം അടങ്ങുന്ന സൗഖ്യത്തെയാണല്ലോ ഹസനത്ത് എന്ന് ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അത് പരലോകത്തിൽ മാത്രമല്ല യഹലോകത്തിലും കൂടി ഉണ്ടാവേണ്ടതാണ് എന്നുള്ളതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഹസനത്തും കൂടി പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആശയ പരിസരം ഒരുക്കുന്നതാണ് ഈ ഡിവൈൻ റിവലേഷൻ അല്ലെങ്കിൽ വഹി എന്നതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യനുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇതിനെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ മനസ്സിലാക്കിയെടുക്കുവാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരാശക്തി, ഒരു ശക്തി, പ്രധാന ശക്തി, ഒരു ദൈവസങ്കല്പം അത് മുഴച്ചു നിൽക്കുകയും അതിൻ്റെ കൂടെ മനുഷ്യന് നൽകുന്ന അക്ല് താഴെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതായത് മനുഷ്യൻ സൃഷ്ടിയാണ്, മറ്റത് സൃഷ്ടാവാണ്. ഡ്യുവാലിറ്റി എന്നുള്ളത് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിയായിരിക്കെ തന്നെ മനുഷ്യന് ആവശ്യമായ തരത്തിലുള്ള സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം നൽകുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ ഫമൻ ഷാഅ ഫൽയുമിൻ വമൻ ഷാഅ ഫൽയക്ഫുർ എന്ന് പറയുന്ന ആയത്തുകളുമെല്ലാം
മനുഷ്യന് ആവശ്യമായ ചിന്താ സ്വാതന്ത്ര്യം നൽകുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വിശ്വാസിയുടെ വിശേഷ ഗണങ്ങളായി എണ്ണുന്നതെല്ലാം അധികം ലുബ് പോലെ, അതുപോലെ തന്നെ തദബ്ബുർ, തഫക്കുർ, ഇൽമ്, ഫിഖ് അടക്കമുള്ള വിവിധ പദപ്രയോഗങ്ങളിലൂടെ മനുഷ്യൻ്റെ കാലിബറിനെ, മനുഷ്യൻ്റെ ചിന്താശക്തിയെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതായും ഖുർആനിലെ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഈ ഒരു സാഹചര്യമാണ് റിവലേഷൻ്റെ ഒരു അനിവാര്യതയെ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, നാം ഒരു പ്രവാചകനെ അയക്കാത്ത കാലത്തോളം നാം ആരെയും ശിക്ഷിക്കുകയില്ല എന്നുള്ള ആശയം പറയുന്നത് തന്നെ അതിൽ നിന്ന് തന്നെ വഹീൻ്റെ ഈ ഡിവൈൻ റിവലേഷൻ്റെ ഒരു അനിവാര്യതയെ തന്നെ ചൂണ്ടിക്കാണിച്ചു തരുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്ലാമിൻ്റെ ശാന്തി, സമാധാനം, സമർപ്പണം എന്നുള്ള ആശയത്തിൽ നിന്ന് അതിലും കുറച്ചും കൂടി വിശാലമായി കരുണയുടെയും അനുകമ്പയുടെയും നീതിയുടെയും ആ ഒരു ആശയപ്രപഞ്ചവും കൂടി ചേർത്ത് വെക്കേണ്ടത് അനിവാര്യമാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുപോലെ തന്നെ ഹക്ക് എന്നുള്ളത്, സത്യം എന്നുള്ളതിനെ എങ്ങനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്? നമ്മൾ ഒരു ഉന്മ എന്നുള്ള കൺസെപ്റ്റ്, അതുപോലെ തന്നെ സത്യം എന്നുള്ള കൺസെപ്റ്റ്, അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നുള്ള ആശയങ്ങൾ പൊതുവെ മതതാരതമ്യ പഠനങ്ങളിലും ഇതേപോലുള്ള മെറ്റാഫിസിക്കൽ ചർച്ചകളിലും എല്ലാം പ്രധാനപ്പെട്ട ഒരാശയമാണ്. ഇസ്ലാം ഹക്കിനെ പരിചയപ്പെടുത്തുന്നത് സ്വാഭാവികമായും പ്രധാനമായും ഒരു ത്രികോണ രീതിയിലാണ്. 3 ആശയങ്ങളെ ഘടിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹക്ക് എന്നത് അള്ളാഹു ഹക്കാണ്, അവൻ പരമാർത്ഥം ഉള്ളതാണ്, അവൻ സത്യമാണ്, ഹുവൽ ഹക്ക്, അവനാണ് സത്യം എന്നുള്ളൊരാശയം ഹക്ക് എന്നതിൻ്റെ പദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റ് 2 അർത്ഥങ്ങളാണ്. ഒന്ന് അവകാശം, രണ്ടാമത് ഉത്തരവാദിത്തം. അതായത് പ്രപഞ്ചം, മനുഷ്യൻ, അള്ളാഹു എന്ന ഈ 3 കാര്യങ്ങളെ അള്ളാഹു ചെയ്യുന്നത് ഹക്ക് എന്ന് പറയുന്ന 3 ആശയത്തിലേക്ക് ഘടിപ്പിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അള്ളാഹു സത്യമാണ്, അതും അവൻ ഖാലിക്കാണ്, അവൻ ഇലാഹാണ്, അവൻ മാലിക്കാണ്. ആ ഒരു അർത്ഥത്തിൽ നിന്ന് സ്വാഭാവികമായും പിന്നീട് മനുഷ്യനിലേക്ക് വരുന്നത് ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഇനി ജാഇലും ഫിൽ അർളി ഖലീഫ, ഇവിടെയാണ് ഖിലാഫത്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടുതൽ ശക്തമാവുന്നത്. മനുഷ്യൻ ആരാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഖലീഫയാണ്, പ്രതിനിധിയാണ് എന്ന അർത്ഥമാണ് പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കുക, സാധാരണ ലോക ചരിത്രങ്ങളെല്ലാം മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത് ഒരു കാട്ടുവാസിയായ, ഗുഹാവാസിയായ, അപരിഷ്കൃതനായ, അൺസിവിലൈസ്ഡായ, ബാർബറിക്കായ, അൺഎഡ്യൂക്കേറ്റഡായ, അൺഎൻലൈറ്റഡായ ഒരു സാഹചര്യത്തിൽ നിന്ന്, പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആദ്യ മനുഷ്യൻ തന്നെ നബി എന്നൊരു കൺസെപ്റ്റിലേക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യൻ അല്ലമല്ല ആദമല്ല അസ്മാകുല്ലഹ എന്നുള്ള ഒരായത്തിൽ തന്നെ അള്ളാഹു ആദമിന് എല്ലാ പദങ്ങളും പേരുകളും നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആദ്യ മനുഷ്യൻ നബിയായി വരുന്നു. ആദ്യ മനുഷ്യൻ എൻലൈറ്റഡായും റിഫോമറായും അതുപോലെ തന്നെ പ്രോഗ്രസീവായും എല്ലാ അർത്ഥവും ഉൾക്കൊള്ളുന്ന പൂർണ്ണനായ ഒരു മനുഷ്യരൂപം എന്ന രീതിയിൽ ആദം അലൈഹി ഇസ്ലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു തരത്തിൽ നിന്ന് അങ്ങനെ തന്നെയാണ് മനുഷ്യനെ പരിചയപ്പെടുന്നത്. അതായത് ആ ഒരു രൂപമാണ് അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുന്നത്. അങ്ങനെ മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി, ഉത്തരാധികാരിയായി, ഖലീഫയായി ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതല്ലാതെ ഭൗതിക ചരിത്ര വായനയിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചക രൂപമാണ് ആദിമ മനുഷ്യൻ എന്നുള്ളതും കൂടി നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു സവിശേഷതയായി, ചരിത്ര വായനയുടെ സവിശേഷതയായി ചേർത്ത് മനസ്സിലാക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹക്ക് എന്നുള്ളത് അള്ളാഹു സത്യമാണ് എന്നുള്ളതിൽ നിന്ന് മനുഷ്യനിലേക്ക് വരുമ്പോൾ അത് ഉത്തരവാദിത്തമായി വരുന്നു. അടുത്ത ഹക്കിൻ്റെ 2ാമത്തെ അർത്ഥമായി വരുന്നു. ആ ഉത്തരവാദിത്തം അള്ളാഹുവിൻ്റെ ആശയം, അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകളുടെ ഒരു പൂർത്തീകരണം എന്ന നിലയിൽ നടപ്പിലാക്കേണ്ട ഒരാളെന്ന നിലയിൽ, അത് ജീവിതത്തിൽ പാലിക്കേണ്ട ഒരാളെന്ന നിലയിലാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അള്ളാഹു പരിചയപ്പെടുന്നതായി കാണുവാൻ കഴിയും. ഇവിടെ തന്നെയാണ്
നമ്മൾ നമ്മുടെ സമകാലിക വായനയിലേക്കും ചേർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത്. അതായത് അള്ളാഹു ഹക്കാണെങ്കിൽ മനുഷ്യനുമേൽ അത് ഉത്തരവാദിത്തമായി കൂടി വരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ അർത്ഥമാണ് ഹക്ക് എന്നതിന്, അത് ഒരു റൈറ്റും കൂടിയാണ്. എല്ലാ മനുഷ്യനും ഉത്തരവാദിത്തമുള്ള കൂടെ തന്നെ അതേ മനുഷ്യന് അവകാശവും കൂടിയുണ്ട്. ഒരാൾക്ക് ഉത്തരവാദിത്തമാണെങ്കിൽ മറ്റൊരാൾക്ക് അത് അവകാശവും കൂടിയാണ്. നേരെ തിരിച്ചുമായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിൽ അള്ളാഹു നൽകുകയും അത് ഏറ്റുപിടിക്കാൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തെയാണല്ലോ അവകാശം എന്ന് പറയുന്നത്. നമ്മുടേതായ ഒരു സാഹചര്യം രൂപപ്പെടുമ്പോഴാണ് അവകാശത്തെക്കുറിച്ചുള്ള ചർച്ച വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ അത് ഉത്തരവാദിത്വവും കൂടിയായി വരുന്നു എന്നതാണ് സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന് ഖുർആൻ പറയുന്നത്. മനുഷ്യന് ലഭിച്ച നിഅമത്തുകളെ കുറിച്ച് അവർ ചോദിക്കപ്പെടുമെന്ന് പറയുന്ന ആ ഒരു വർത്തമാനം, അതായത് ലഭിച്ച അവകാശങ്ങൾ മാത്രമല്ല അവനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഖുർആൻ ഇസ്ലാം പരിചയപ്പെടുന്നതായി കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ തന്നെ പറയുന്നത് എല്ലാവരും അക്കൗണ്ടബിൾ ആണ്, എല്ലാവരും ചോദിക്കപ്പെടുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവർക്കിടയിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കപ്പെടുന്നവരാണ് എന്നുള്ള ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത് ഹക്ക് എന്നതിൻ്റെ വിശാലമായ അർത്ഥതലങ്ങളാണ്. അങ്ങനെ അള്ളാഹു സത്യം, ഉത്തരവാദിത്തം, അവകാശം എന്നുള്ളൊരു കൺസെപ്റ്റ് അത് മനുഷ്യനുമായി ബന്ധപ്പെടുന്ന, പ്രപഞ്ചവും സമൂഹവുമായി ബന്ധപ്പെടുന്ന ഒരാശയത്തിലേക്ക് ഇസ്ലാമിൻ്റെ സംവിധാനത്തെ, ആശയപ്രപഞ്ചത്തെ വിശാലമാക്കുവാനും കൂടി നമുക്ക് കഴിയുമെന്നതും ഈ ഒരു ചർച്ചയുടെ, അല്ലെങ്കിൽ പ്രതിനിധി എന്ന ഒരു ചർച്ചയുടെ വിശാലമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അള്ളാഹു മനുഷ്യനെ ഖലീഫയാ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള ഒരർത്ഥം തന്നെ അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. മനുഷ്യൻ എങ്ങനെയുള്ളവനാണ് എന്നുള്ള ആശയം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആദ്യത്തെ മനുഷ്യൻ തന്നെ പ്രവാചകനാണ് എന്നുള്ള ഒരാശയത്തിലൂടെയാണ്. അതുപോലെ തന്നെ അവരുടെ പിന്നീട് വന്ന പ്രവാചകന്മാർ തന്നെ മനുഷ്യൻ ഒരേപോലെ ഉത്തരവാദിത്തം പേറേണ്ടവനാണ് എന്നുള്ളതാണ് വിവിധ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മനുഷ്യൻ ആ ഉത്തരവാദിത്തം സ്വീകരിക്കേണ്ടവനും കൂടിയാണ് എന്നുള്ളതാണ് ഈ പ്രവാചകന്മാരുടെ സമൂഹത്തിൻ്റെ പര്യവസാനം വിശദീകരിക്കുമ്പോൾ ഖുർആൻ ചർച്ച ചെയ്യുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഒരു നാച്ചുറിനെ ഇസ്ലാം മുഴുവനും പരിഗണിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒരു ആണ് പെണ്ണ് അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ബയോളജിക്കലായ ഫിസിക്കലായ വ്യത്യാസങ്ങൾക്കപ്പുറം മനുഷ്യനെന്ന് പറയുന്ന എൻറ്റിറ്റിയെ ഖുർആൻ അംഗീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. വലക്കത് കറംനാ ബനി ആദം, എല്ലാ മനുഷ്യരെയും, ആദമിൻ്റെ എല്ലാ മക്കളെയും നാം ആദരിച്ചിരിക്കുന്നു എന്നത് അത് ആണ് പെണ്ണ് അങ്ങനെയുള്ള ലിംഗവിവേചനങ്ങൾക്കപ്പുറം എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ആ നാച്ചുറിനെ, മനുഷ്യൻ്റെ പ്രകൃതത്തെ അള്ളാഹു ആദരിക്കുന്ന ഒരാശയം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും ഏകരാണ്, തുല്യരാണ്, അല്ലെങ്കിൽ സഹോദരന്മാരാണ് എന്ന ആശയം സൂറ ഹുജറാത്ത് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ എന്ന ഒരാശയത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് നിസാ പോലുള്ള സൂറത്തുകളിൽ ഒരു ബിന്ദുവിൽ നിന്ന് മിൻ നഫ്സിൻ വാഹിദ, ഒരു നഫ്സിൽ നിന്നാണ് എല്ലാവരെയും പടച്ചത് എന്നുള്ളൊരാശയങ്ങളൊക്കെ ഇങ്ങനെയുള്ള ആയത്തുകളും നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മൂലബിന്ദുവിലേക്ക് മനുഷ്യരാശിയെ തന്നെ ബന്ധിപ്പിക്കുന്ന, എല്ലാവരും സമരാണ്, എല്ലാവരും സമന്മാരാണ്, എല്ലാവരും തുല്യരാണ്, അള്ളാഹു സൃഷ്ടാവിൻ്റെ മുന്നിൽ എല്ലാവരും ഏകരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ്റെ പ്രകൃതത്തെ അള്ളാഹു ആദരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറയുന്നത് ഇഖ്തിലാഫു അൽസിനത്തിക്കും വ അൽവാനിക്കും എന്നുള്ള ആയത്ത് നമ്മുടെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ വിവിധ ഭാഷകൾ, അവൻ്റെ വിവിധ വർണ്ണഭേദങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ആയത്താണ്, ദൃഷ്ടാന്തമാണ് എന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറയുന്നത്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ വലൗ ശഅല ഹദാകും അജ്മഈൻ,
എല്ലാവരെയും ഒന്നിച്ച് അള്ളാഹുവിന് ഹിദായത്ത് നൽകുവാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ മനുഷ്യൻ്റെ പ്രകൃതത്തെ അള്ളാഹു അംഗീകരിക്കുന്നു എന്നത് കൊണ്ടാണ് വമൻ ഷാ ഫൽ യുഅ്മിൻ വമൻ ഷാ ഫൽ യക്ഫുർ എന്ന് പറയുന്ന ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഉദ്ദേശിക്കുന്നവർ മുഅ്മിനാവട്ടെ അല്ലെങ്കിൽ കാഫിറാവട്ടെ, ഇമ്മാ ഷാക്കിറും ഇമ്മാ കഫൂറ, നന്ദിയുള്ളവനും നന്ദി കേടായവനും ആയി മാറട്ടെ. അത് മനുഷ്യൻ്റെ പ്രകൃതങ്ങളെ അള്ളാഹു അംഗീകരിച്ചതിൻ്റെ ഒരു ആശയമാണ് ഈ ആയത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. അതിനോട് ഇതെന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ അവന് ഉത്തരവാദിത്തങ്ങളുണ്ട്, അള്ളാഹു ഏൽപ്പിച്ച ആ പ്രാതിഥ്യമുണ്ട്, ഖിലാഫത്തുണ്ട്. അതിൻ്റെ ഒരു പൂർത്തീകരണം ഉണ്ടാവേണ്ടത് മനുഷ്യൻ്റെ ജീവിതത്തിലൂടെയാണ്. അത് വേണ്ട രീതിയിൽ അള്ളാഹുവിൻ്റെ ആശയങ്ങൾ സ്വീകരിച്ച് നടപ്പിലാക്കുന്നതിലൂടെയാണ് ആ ഖിലാഫത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാവുന്നത്. അത് മനുഷ്യനെ തിരഞ്ഞെടുക്കാൻ വിട്ടിരിക്കുന്നു എന്നതും കൂടി ഇസ്ലാമിൻ്റെ ഒരു കരുണയുടെ, ഇസ്ലാം എന്ന ആശയത്തിൻ്റെ ഒരു ഭദ്രതയും കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്നതും ഈ ഒരു ചർച്ചയിൽ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന വസ്തുതയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ്, ഇസ്ലാം എന്ന് പറയുന്ന ഇങ്ങനെയുള്ളൊരു ഫ്രെയിംവർക്കിൽ നിന്നാണ് ഇസ്ലാം എന്താണ് ഒരു മനുഷ്യന്, ഒരു വിശ്വാസിയായ ഒരാൾക്ക് ഒരുക്കി കൊടുക്കുന്ന അടിസ്ഥാന പ്രതലങ്ങൾ എന്ന ചർച്ച ഈ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടാവേണ്ടത്. അവിടുന്നാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം കാര്യങ്ങളൊന്നും ഈമാൻ കാര്യങ്ങളൊന്നും എന്ന് പറയുന്ന വിഘടിക്ക് നമ്മൾ സെഗ്രേറ്റ് ചെയ്യപ്പെട്ട ആ പദാവലികൾ രൂപപ്പെടുന്നത്. അതായത് അള്ളാഹുവിലുള്ളയും അതുപോലെ തന്നെ മലക്കുകളും കിതാബുകളിലും പ്രവാചകന്മാരിലും പരലോകത്തിലും അതുപോലെ തന്നെ നന്മ തിന്മ പോലുള്ള ചർച്ചകളിലുമുള്ള വിശ്വാസം, അത് ഈമാൻ കാര്യങ്ങളുടെ ഭാഗമായി എണ്ണുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കുക. ഈമാൻ കാര്യങ്ങൾ എണ്ണുമ്പോൾ സ്വാഭാവികമായും അവിടെ തൗഹീദിനെ കുറിച്ച് ആദ്യം പറയുന്നു. പിന്നീട് തുടക്കം തന്നെ പറയുന്നത് പ്രവാചകന്മാരുടെ പരാമർശങ്ങൾക്ക് മുമ്പ് തന്നെ കിതാബുകളെക്കുറിച്ചും അതുപോലെ തന്നെ കിതാബ് പ്രവാചകന്മാരിലേക്ക് എത്തിക്കുന്ന അള്ളാഹുവിൻ്റെ സേവകരായ മലക്കുകളുടെ ഒരാശയത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ഇസ്ലാം പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. മലക്കിനെ ഈമാൻ കാര്യങ്ങൾ എണ്ണുമ്പോൾ രണ്ടാമതായി എണ്ണുന്നത് ഒരുപക്ഷെ മുൻകാല സമൂഹങ്ങളിൽ, പ്രത്യേകിച്ച് അറേബ്യൻ സമൂഹങ്ങളിലും സെമിറ്റിക് മതങ്ങളിലുമെല്ലാം മലക്ക്, ഏഞ്ചൽ എന്നുള്ളത് അവരുടെ വിശ്വാസ പ്രമാണങ്ങളിലെ അടിസ്ഥാന ഘടകം കൂടി തന്നെയായിരുന്നു. ഇസ്ലാം ഇവിടെ മലക്കുകളെ ചേർത്ത് പറയുന്നത് സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവതരിച്ച, അദ്ദേഹം പ്രവാചകനായി മാറിയ അറേബ്യൻ സമൂഹം, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഓഡിയൻസ്, അവർ മലക്കുകളെ അള്ളാഹുവിൻ്റെ പെൺമക്കളായി, അള്ളാഹുവിൻ്റെ സന്താനങ്ങളായി വിശ്വസിക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. അപ്പോൾ മലക്കുകൾ അതല്ല എന്നും അള്ളാഹുവിൻ്റെ സേവകരാണ് എന്നുമുള്ള ഒരു ആശയം ഇസ്ലാം ഈ ഒരു സാഹചര്യത്തിൽ പഠിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ള ചിന്തകൾക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് സൂറത്തുൽ ഇഖ്ലാസ്. തൗഹീദിൻ്റെ പൂർണ്ണമായ ഒരു അർത്ഥം, ഈ പറയുന്ന വികലമായ ചിന്താഗതിക്കുള്ള ഒരു മറുപടിയും കൂടി അതിൽ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചുമുള്ള ചിന്ത, അതും ഈ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. പ്രവാചകന്മാർ ഇല്ലാതെ അള്ളാഹുവിൻ്റെ ആശയം വേണ്ട രീതിയിൽ സമൂഹങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാൻ കഴിയുകയില്ല. അത് ആ ഒരു ആശയം വരുന്നത് ഞാൻ പ്രവാചകനാണ്, ഞാൻ നബിയാണ്, റസൂലാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ജനങ്ങളുടെ മുന്നിൽ ധരിപ്പിക്കുന്നത് അവർക്ക് തന്നെ അത്ഭുതമായി മാറുന്ന വേദഗ്രന്ഥങ്ങളുടെ സാന്നിധ്യത്തിലൂടെയാണ്. വേദഗ്രന്ഥമില്ലാതെ ഈ ഒരു അവകാശവാദത്തെ മുന്നോട്ട് വെക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് വേദഗ്രന്ഥം ലഭിച്ചവർ റസൂലുകളായി മാറുന്നതും അതുപോലെ തന്നെ ആ വേദഗ്രന്ഥം ഇറങ്ങിയ സമൂഹത്തിൽ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും അവർക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഭവിഷ്യത്തുകൾ പ്രവചിക്കുകയും ചെയ്യുന്ന നബിമാരുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഈ അഖീദ പോലുള്ള ചർച്ചകളിൽ എല്ലാ നബിമാരും റസൂലുകൾ അല്ലെങ്കിൽ എല്ലാ റസൂലുകളും നബിമാരാണ് എന്ന ഒരാശയം നമുക്ക് പഠിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും. അതായത് വേദഗ്രന്ഥം ലഭിക്കുന്നവരെ റസൂലായും അതുപോലെ തന്നെ ആ വേദഗ്രന്ഥം ലഭിച്ച സമൂഹത്തിൽ അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വരുന്നവരെ നബിയായും പരിചയപ്പെടുത്തുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇവരുടെ പ്രധാന ചിന്ത എന്താണ്? പാഠ്യങ്ങൾ. അത് ഈ ഇഹലോകത്തെ
മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ചും ആ വിശ്വാസ പ്രമാണങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ജീവിതത്തിൽ പാലിക്കേണ്ട ശാസനകളും കൽപ്പനകളും നിയമസംഹിതകളും പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രവാചകന്മാരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അവർക്ക് ലഭിച്ച മിഷൻ, അവരുടെ ലക്ഷ്യം. ഇത് നടപ്പിലാക്കപ്പെടേണ്ടത് ശരിയായ ഒരു മുസ്ലിം സമൂഹം അവർക്ക് ലഭിക്കുമ്പോഴാണ്. അതായത് നിയമം, ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ നിയമം ലഭിച്ച അല്ലെങ്കിൽ ഇസ്ലാമിക ആശയം ശരിയായി മനസ്സിലാക്കിയ ഒരു സമൂഹത്തിലാണ് നിയമം നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം മക്ക കാലഘട്ടത്തിൽ നിരവധി പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അനുചരന്മാരിലും കൂട്ടുകാരിലും നാട്ടുകാരിലും സമീപ പ്രദേശങ്ങളിലും അദ്ദേഹത്തിൻ്റെയും കൂടെയുള്ള അനുചരന്മാരുടെയും പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരു കൂട്ടം ആൾക്കാരെ ലഭിക്കുകയും അവരെ വളരെ ക്രമപ്രവൃത്തമായ രീതിയിൽ തർബിയത്തിലൂടെ തന്നെ ഒരു നിയമം സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു തദ്രീജ് നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിലാണ് തത്ബീഖു ശരിയയുടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവുന്നതായും നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അത് ഈ ഒരു തരത്തിൽ വിശ്വാസം സ്വീകരിച്ച ഒരു സമൂഹത്തിലാണ് നമുക്ക് ആ രീതിയിൽ ഒരു നിയമ സംവിധാനങ്ങളുടെ നടപ്പിലാക്കുകൾ കഴിയുകയുള്ളൂ എന്ന് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഈമാൻ കാര്യങ്ങൾക്കൊപ്പം തന്നെ ഇസ്ലാം കാര്യങ്ങൾ എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നത്. അതായത് ഷഹാദത്ത് കലിമ പോലുള്ള ഇസ്ലാമിലേക്കുള്ള പ്രവേശനം ഏതെങ്കിലും ഒരു ആചാരക്രമങ്ങളിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായ മാറ്റങ്ങളിലൂടെയല്ല, മാനസികമായ മാറ്റത്തിലൂടെ ഇസ്ലാമിലേക്ക് വരുന്ന വളരെ ലളിതമായ ഒരു പ്രക്രിയ എന്ന രീതിയിൽ ഷഹാദത്തിനെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം വരിക. പക്ഷേ ഈ ഷഹാദത്തിന് തന്നെ ഒരു മനുഷ്യൻ മുസ്ലിം ആയത് മുതൽ അവൻ്റെ മരണം വരെ നിത്യജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞ 5 നേരമെങ്കിലും നിരന്തരം ചൊല്ലുന്ന ഒരു കലിമയായി മാറുന്നു എന്നുള്ളതും കൂടി വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. നമ്മുടെ നമസ്കാരങ്ങളിലും ദിക്റുകളിലും പ്രാർത്ഥനകളിലും എല്ലാ ഭാഗങ്ങളിലും വാങ്കുകളിലും അതിൻ്റെ മറുപടിയിലുമെല്ലാം ഷഹാദത്ത് ഒരു മനുഷ്യൻ അവൻ്റെ ഈമാനിൻ്റെ വിശ്വാസത്തെ, അവൻ്റെ സമർപ്പണത്തെ വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുകയും വീണ്ടും വീണ്ടും പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരർത്ഥവും കൂടി ഷഹാദത്തിലുണ്ട്. അതായത് ഷഹാദത്ത് എന്ന് പറയുന്നത് വെറും ഒരു ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ചൊല്ലുന്ന പദങ്ങൾക്കപ്പുറം ഈ ഷഹാദത്ത് എന്ന് പറയുന്ന സത്യസാക്ഷ്യം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും കീപ്പ് ചെയ്യുന്ന, സൂക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഷഹാദത്ത് എങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്? ഷഹാദിന് രക്തസാക്ഷ്യമെന്നും അതുപോലെ തന്നെ സത്യസാക്ഷ്യമെന്നും അർത്ഥമുണ്ടെന്ന് നമുക്കറിയാൻ കഴിയും. ഏതുതരെയാണെങ്കിലും ഈ തരത്തിലുമുള്ള സാക്ഷ്യം എങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്? അത് ഈമാൻ കാര്യങ്ങൾ എന്ന് പഠിപ്പിക്കപ്പെടുന്ന ആശയങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുകയും അതിൻ്റെ ഒരു ആവിഷ്കാരം എന്ന നിലയിൽ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പഠിക്കപ്പെടുന്ന കർമ്മ പദ്ധതിയെ ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വലാത്ത് എന്നതിനെക്കുറിച്ച് ഷഹാദത്തിന് ശേഷം പഠിപ്പിക്കുന്നത്. അതായത് സ്വലാത്ത് നമസ്കാരം എന്നത് ഇസ്ലാമിൽ നിന്നും കുഫറിൽ നിന്നും വേർതിരിക്കുന്ന ഒരു സിൽവർ ലൈനായി, നേർത്ത ഒരു വരയായി നമസ്കാരത്തെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു നമസ്കാരം ഒരു മനുഷ്യനിൽ ചെലുത്തുന്ന സ്വാധീനം എന്നത് ചെറുതല്ലല്ലോ. അതായത് ഒരു മനുഷ്യനെ, ഒരു വിശ്വാസിയെ ഒരു അനുസരണയുള്ള ഒരു ഉമ്മത്തി മെമ്പറായി നമസ്കാരം മാറ്റുന്നു. നേതാവിനെ അനുസരിക്കുന്ന ഒരു മെമ്പറായി ഒരു നമസ്കാരം ഒരു മനുഷ്യനെ മാറ്റുന്നു. നിസ്കാരം എന്നത് അള്ളാഹുവായിട്ടുള്ള മുനാജാത്താണ് എന്ന്, അതായത് അള്ളാഹുമായി നിരന്തരം മുനാജാത്ത് നടത്തുന്ന ഒരു കർമ്മമായി നമസ്കാരം നമ്മെ മാറ്റുന്നു. നമസ്കാരം എന്നത് ഡിസിപ്ലിനുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കുന്നു, ഒരു വ്യക്തിയെ ഉണ്ടാക്കുന്നു. നമസ്കാരം എന്നത് കൺട്രോൾഡായ, സിസ്റ്റമാറ്റിക്കായ ഒരു ലൈഫിനെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു സമൂഹത്തെ ഉണ്ടാക്കുന്നു. ഇങ്ങനെ നമസ്കാരത്തിന് വളരെ കൃത്യമായ രീതിയിലുള്ള ആശയങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ ഒരു കർമ്മവും കൂടിയാണ് എന്നതാണ് നമസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ നമസ്കാരം നിലനിർത്തുന്നതിലൂടെയാണ് ഷഹാദത്ത് എന്നുള്ളൊരു ആശയത്തിൻ്റെ പൂർത്തീകരണവും കൂടി സംഭവിക്കുന്നത്. അത് മാത്രമല്ല, പിന്നീട് സക്കാത്ത് എന്നതിൻ്റെ
തസ്കിയത്ത് എന്നതിൽ നിന്നൊക്കെ രൂപപ്പെടുന്ന, അതായത് ശുദ്ധീകരണം എന്നുള്ള, പ്യൂരിഫിക്കേഷൻ എന്നുള്ള അർത്ഥമുള്ള സക്കാത്ത് മെയിനായും ഇസ്ലാമിക സാങ്കേതിക സഞ്ജയങ്ങളിൽ അത് സാമ്പത്തിക മേഖലകളിലുള്ള പ്യൂരിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് നമുക്കറിയാം. ഇത് എന്തുകൊണ്ടാണ്? അതായത് മനുഷ്യൻ്റെ ആത്മീയമായ സ്പിരിച്വൽ എന്ന ഒരു വെസ്റ്റേൺ കൺസെപ്റ്റ്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആത്മീയമായ അവരുടെ സ്പിരിച്വലായി മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംവിധാനത്തെ അല്ല ഇസ്ലാം ആത്മീയത എന്ന് പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഒരു ആത്മീയത എന്നത് അവൻ്റെ ജീവിതത്തിൽ, മനസ്സിൽ, ശരീരത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, സാമ്പത്തിക മേഖലകളിൽ, എല്ലാ മേഖലകളിലും രൂപപ്പെടുന്ന ഒരു പ്യൂരിഫിക്കേഷൻ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തെയാണ് ഇസ്ലാം ആത്മീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മേഖലകളിലും ഈ ഷഹാദത്ത് അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാവേണ്ടത് അവൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലാണ്, സ്വലാത്തിലും നുസുക്കിലുമാണ്, ആചാരാനുഷ്ഠാനങ്ങളിലാണ്. അതുപോലെ തന്നെയാണ് സാമ്പത്തിക മേഖലകളിലും കൂടിയാണ്. അപ്പോഴാണ് ഈ ഒരു നമസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഷഹാദത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് എന്നാണ്. ആ ഒരു സാഹചര്യം കൂടി രൂപപ്പെടുമ്പോഴാണ് ആത്മീയതയുടെ ഒരു പൂർണ്ണ രൂപം ഉണ്ടാവുന്നത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഫാസ്റ്റിംഗ്, അതായത് നമ്മുടെ നോമ്പ് സംവിധാനം അള്ളാഹു ഒരുക്കിയിരിക്കുന്നു. ഒരു മാസം ലോകത്തുള്ള സകല മുസ്ലിങ്ങളും ഒരു മാസം ഒന്നിച്ചിരിക്കുകയും ഒരേ സമയത്ത് നോമ്പ് തുടങ്ങുകയും ഒരേ സമയത്ത് നോമ്പ് അവസാനിക്കുകയും ഒരേ രീതിയിൽ നമസ്കരിക്കുകയും ഒരേ രീതിയിൽ എഴുന്നേൽക്കുകയും അതുപോലെ തന്നെ ഒരേ നമസ്കാരത്തിൻ ഈ ഒരു മാസം മുഴുവൻ നമസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ നോമ്പില്ലാതാവുന്നു. ഈ ഒരു മാസത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഇല്ലാതാവുകയാണെങ്കിൽ നോമ്പില്ലാതാവുന്നു. ഈ ഒരു നോമ്പ് കാലയളവിൽ അവൻ്റെ ജീവിതത്തിലുള്ള വ്യക്തിപരമായ സൂക്ഷ്മത ഇല്ലാതാവുകയാണെങ്കിൽ നോമ്പില്ലാതാവുന്നു. വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മത ഇല്ലാതാവുകയാണെങ്കിൽ നോമ്പില്ലാതാവുന്നു. ഇങ്ങനെ ഒരു സമ്പൂർണമായ ഒരു ട്രെയിനിങ് പീരീഡ് എന്ന നിലയിൽ കൂടി നോമ്പായി മാറുകയും ആ ഒരു ട്രെയിനിങ് വേണ്ട രീതിയിൽ സ്വീകരിച്ചാൽ മാത്രമേ അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ബോധം ഉണ്ടാവുകയും ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ നോമ്പും കൂടി നമ്മളുടെ ഷഹാദത്തിൻ്റെ ഒരു പൂർത്തീകരണ രീതിയും ആണ് എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ തന്നെ ഒരു അത്യുന്ന ഭാവവും കൂടിയാണ് ഹജ്ജ് എന്നുള്ളത്. സ്വാഭാവികമായും ഇസ്ലാം പഠിപ്പിക്കുന്നത് സമ്പന്നരായ അല്ലെങ്കിൽ പോകാൻ യോഗ്യത ഉള്ള ആൾക്കാരാണ് ഹജ്ജ് ചെയ്യേണ്ടത്. മുസ്ലിം സമൂഹത്തിൽ വയസ്സരായ ആൾക്കാരാണ് ഹജ്ജ് ചെയ്യുന്നത് എന്നുള്ളത് ക്രിട്ടിക്കലായി കാണേണ്ട ഒരു വിഷയമാണ്. സമ്പത്തുള്ളവർ, ആരോഗ്യമുള്ളവർ, പോകാൻ കഴിയുന്നവർ ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്. ഹജ്ജ് എന്നത് ഈ പറയുന്ന മുഴുവൻ വിശ്വാസ ആചാര ക്രമങ്ങളുടെയും ഒരു പൂർണ്ണ രൂപത്തിൻ്റെ ഉപമ കൂടിയാണ് ഹജ്ജ്. നമ്മളെ ഒരു മുസ്ലിം സമൂഹത്തെ, ഓരോ മെമ്പറിനെയും, കഴിവുള്ളവരെ ഒരു മുൻകാല ചരിത്രത്തിലേക്കും ഒരു പ്രവാചകരിലേക്കും അവരുടെ കുടുംബത്തിലേക്കും അവരുടെ പ്രാർത്ഥനകളിലേക്കും അവരുടെ ലോകത്തിലേക്കും കൂടി ചേർത്ത് വെക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഹജ്ജ്. അതായത് ഹജ്ജ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നല്ല ഇസ്ലാം തുടങ്ങിയത്. ഇസ്ലാം അതിനു മുമ്പുമുള്ള പ്രവാചകന്മാരിലേക്കും കണക്ട് ചെയ്യുന്നു എന്ന ഒരു ആശയവും കൂടി ഹജ്ജ് നമ്മെ പഠിപ്പിക്കുന്നതായും കാണുവാൻ കഴിയും. അതായത് ഇസ്ലാമിൻ്റെ ചരിത്ര പരിധിയെ പ്രവാചകനിൽ എന്നതിൻ്റെ അപ്പുറം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലേക്കും കൂടി കണക്ട് ചെയ്യുന്ന, എല്ലാ എബ്രഹാമിക് റിലീജിയനും അംഗീകരിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം അത് ഇസ്ലാമിൻ്റെ പ്രവാചകനാണ് എന്നുള്ള ഒരു ആശയം കൂടി പഠിപ്പിക്കുന്ന, അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിച്ച വേദനകൾ മുസ്ലിം സമൂഹം കൂടി ആലങ്കാരികമായി അനുഭവിക്കണമെന്ന് പറയുന്ന അനുഭവേദ്യമായ ഒരു ചരിത്ര പരിധിയെ കണക്ട് ചെയ്യുന്ന നിമിഷവും കൂടിയാണ് ഹജ്ജ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിലാണ് ഹജ്ജിനെ കുറിച്ചും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച്, ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഈമാനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു പൂർത്തീകരണം രൂപപ്പെടുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്.
നീ അള്ളാഹുവിനെ കാണുന്ന രീതിയിൽ, കാണുന്ന പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. നിങ്ങൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്നത് ഇഹ്സാൻ്റെ വിശദീകരണമായി, പെർഫെക്ഷൻ്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇഹ്സാൻ എന്നുള്ള പദത്തിന് പെർഫെക്ഷൻ എന്നുള്ളതാണ് അർത്ഥമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഈ ഒരു ആശയവും ഈ പെർഫെക്ഷനുമായി ചേർത്ത് വെക്കുമ്പോഴാണ് എങ്ങനെയാണ് ഈമാനും ഇസ്ലാമും ചേർന്ന് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതായത് ഈമാൻ എന്നുള്ള വിശ്വാസം അത് പൂർത്തീകരിക്കപ്പെടുന്നത് ഇസ്ലാം എന്ന് പറയുന്ന കർമ്മ പദ്ധതിയിലൂടെയാണ്. ഇസ്ലാം എന്ന് പറയുന്ന കർമ്മ പദ്ധതി ചടങ്ങായി മാത്രം സൂക്ഷിക്കുകയും വേണ്ട രീതിയിൽ ഈമാൻ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് മുഅ്മിൻ എന്ന് പറയുന്ന സാഹചര്യം രൂപപ്പെടുകയില്ല എന്നും നമുക്ക് ഖുർആൻ തന്നെ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നിഫാഖ് പോലുള്ള, റിയാ പോലുള്ള, ലോകമാന്യതയും കപടതയും പോലുള്ള പദപ്രയോഗങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നതായും ഈ വിഷയത്തോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇസ്ലാം എന്ന സങ്കല്പവും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന 2 സോഴ്സുകളാണ് ഖുർആനും സുന്നത്തും എന്നുള്ളത്. അതും കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ ചർച്ചയ്ക്കൊരു പൂർത്തീകരണം ഉണ്ടാവുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ റസൂലുകൾക്കും അള്ളാഹു അയച്ച വേദഗ്രന്ഥം എന്ന രീതിയിൽ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച വേദഗ്രന്ഥമായ ഖുർആനെ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഈ ഖുർആനിലൂടെയാണ് മുൻകാല സമൂഹങ്ങളുടെ ചരിത്രം നമ്മെ വളരെ സംക്ഷിപ്തമായി ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഒരു ഇബ്രത്തായി, ഗുണപാഠങ്ങളായി നിരവധി ചരിത്ര സന്ദർഭങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുന്നതായും നമുക്കറിയാൻ കഴിയും. അതുപോലെ തന്നെ മുൻകാല സമൂഹങ്ങൾക്ക് വന്ന് പിഴച്ചു പോയ അവരുടെ ജീവിത സാഹചര്യങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കതും സംഭവിക്കരുത് എന്നുള്ളൊരാശയം ഈ ഒരു ചരിത്രം വിശദീകരിക്കുന്നതിലൂടെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ എന്നത് മുസ്ലിങ്ങൾക്കുള്ള വേദഗ്രന്ഥം എന്നതിൻ്റെ അപ്പുറം സ്വയമായി അത് ഫുർഖാനായും, സ്വയമായി അത് ഹുദയായും, അതുപോലെ തന്നെ റഹ്മത്തായും ബറക്കത്തായും വിവിധ പദപ്രയോഗങ്ങളിലൂടെ ഖുർആനെ പരിചയപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഖുർആൻ ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് അതിൻ്റെ വളരെ അനിവാര്യമായ രീതിയിൽ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാവുകയുള്ളൂ എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൂറ ഹുജറാത്ത് പോലുള്ള സൂറത്തുകളിൽ അത് കാലത്തുൽ അറാബു ആമന്ന എന്ന് പറയുന്ന ആയത്തുകളിൽ ഒരു വിഭാഗം അറബികൾ, അതായത് ദൂരെയുള്ള ഗ്രാമവാസി കുറേ ആൾക്കാർ വന്നിട്ട് അവർ ഞങ്ങൾ മുഅ്മിനുകളായി എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത് നിങ്ങൾ മുഅ്മിനായി എന്നല്ല, ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന് പറയുക. അതായത് ഇസ്ലാം എന്നതിനെ 2 രീതിയിൽ, മുസ്ലിം എന്നുള്ള പദത്തെയും 2 രീതിയിൽ പരിചയപ്പെടുന്നതായി ഖുർആനിലൂടെ നമുക്കറിയാം. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന, അതായത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരാൾ മുസ്ലിം ആവുകയും എന്നാൽ ആ കടന്നു വന്നതിന് ശേഷം ഹൃദയത്തിൽ ഈമാൻ സൂക്ഷിക്കുകയും അത് സ്വന്തം ശരീരത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ആളെയാണ് മുഅ്മിൻ എന്ന രീതിയിലും ഖുർആൻ പരിചയപ്പെടുന്നത്. അതേസമയം തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ ഈ സറണ്ടർ എന്നുള്ള അർത്ഥമുള്ള, സമർപ്പണം എന്നുള്ള അർത്ഥമുള്ള ഒരു മുസ്ലിമിനെയും ഖുർആൻ പരിചയപ്പെടുന്നതായി കാണുവാൻ കഴിയും. ഈ 2 അർത്ഥങ്ങളും കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പൂർണ്ണ അർത്ഥം ലഭിക്കുക. അതായത് സമ്പൂർണമായി ഇസ്ലാമിലേക്ക് അംഗീകരിക്കുന്ന ഒരു അർത്ഥത്തിൽ മുസ്ലിമിനെ പരിചയപ്പെടുത്തുന്നു. അതേസമയം തന്നെ മുസ്ലിം സമൂഹത്തിലെ അംഗം എന്ന നിലയിൽ ഒരാളെ ഒരു ഐഡൻറ്റിറ്റി എന്ന നിലയിലും മുസ്ലിം എന്നുള്ള പദത്തെ പരിചയപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു ആശയമാണ് സൂറ ഹുജറാത്തിൽ മുഅ്മിൻ എന്നാണ് നമ്മൾ പറയേണ്ടത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളായി എന്നതിൻ്റെ അപ്പുറം മുഅ്മിനായി മാറുക എന്നുള്ളൊരു ആശയമാണ് ഖുർആൻ ഈ ആയത്തിൽ കൂടി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ മുഅ്മിനായി മാറുക എന്നുള്ളതാണ് ഖുർആനിൻ്റെ സന്ദേശം. ഖുർആൻ അതിനുള്ളതാണ്. എല്ലാവരും ഒരുപോലെ അള്ളാഹുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഖുർആൻ്റെ മിഷൻ. ഇതിൻ്റെ ഒരു പൂർത്തീകരണമാണ്, അതായത് തിബിയാനാണ്, ഖുർആൻ്റെ വിശദീകരണമാണ് സുന്ന. അതായത് ഹിക്മത്തായും പലപ്പോഴും പണ്ഡിതന്മാർ സുന്നത്തിനെ വിശദീകരിക്കുന്നതായി കാണുവാൻ കഴിയും. അതായത് ഖുർആൻ ഹിക്മത്ത് എന്നുള്ള ഉപയോഗിച്ചത് അത് സുന്നത്തിനെയാണെന്നുള്ള ചില വിശദീകരണങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ
ഖുർആനിൻ്റെ തിബിയാനായി, ഖുർആൻ്റെ എക്സ്പ്ലനേഷനായി, ഇൻ്റർപ്രിട്ടേഷനായി സുന്നത്തായി മാറുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊട്ടക്ഷൻ, പ്രിസർവേഷൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഏറ്റെടുത്തതായി കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് ഖുർആനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ ആയത്തുകൾ അവതരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ചിലപ്പോൾ മാനസിക സംഘർഷങ്ങൾ ഏർപ്പെടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നബിയോട് പറയുന്നത്, താങ്കൾ അതിന് പേടിക്കേണ്ടതില്ല, അത് അള്ളാഹുവാണ് അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ചില ആയത്തിലൂടെ കാണുവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ആയത്തുകൾ മറക്കാതിരിക്കാനായി ആദ്യകാലങ്ങളിൽ സ്പീഡിൽ ഓതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും വേണ്ടതില്ല എന്ന രീതിയിൽ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്വാസ വചനങ്ങൾ നൽകുന്നതായും കാണുവാൻ കഴിയും. അപ്പോൾ അള്ളാഹുവും ഏറ്റെടുത്തിരിക്കുന്നു ഖുർആൻ്റെ സംരക്ഷണം. അതുകൊണ്ട് തന്നെ വളരെ പെർഫെക്ഷനിലൂടെ മുൻകാല വേദഗ്രന്ഥങ്ങളിൽ വന്ന തെറ്റുകൾ ഈ വേദഗ്രന്ഥങ്ങൾ വരാൻ പാടില്ല എന്നൊരു വാശിയുള്ളതുപോലെ ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇഞ്ചീലാവട്ടെ, തൗറാത്താവട്ടെ, സബൂറാവട്ടെ, അതുപോലെ തന്നെ ദാവൂദ് നബിക്ക് ലഭിച്ച ബാക്കിയുള്ള പ്രവാചകന്മാർക്ക് ലഭിക്കുക ഇബ്രാഹിം നബിയുടെ തന്നെ സുഹഫ് ആവട്ടെ, സുഹഫ് ഇബ്രാഹിം മൂസ എന്ന് പറയുന്ന ഇബ്രാഹിം നബിക്ക് തന്നെ ലഭിച്ച ഏടുകളാവട്ടെ, എല്ലാത്തിനും പിൽക്കാലത്ത് സംഭവിച്ച മാറ്റങ്ങൾ ഖുർആനിൽ ഉണ്ടാവരുത് എന്നുള്ളതും കൂടി ആ ഖുർആൻ്റെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു ആശയത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഖുർആൻ്റെ സംരക്ഷണം ഏറ്റെടുത്തതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അത് പകർത്തി വെക്കുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തന്നെ അത് ക്രോഡീകരിക്കപ്പെടുകയും പിന്നീട് അത് ഇന്ന് വരെ നിലനിൽക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. സുന്നത്തിൻ്റെയും ഒരു ചർച്ച അതുപോലെ തന്നെയാണ്. ചില സഹാബികളും ചില ഭാഗങ്ങൾ എഴുതി വച്ചിരുന്നതായും ആ രീതിയിൽ പിന്നീട് അത് കളക്ട് ചെയ്യപ്പെടുന്നതായും പിന്നീട് ലോകപ്രശസ്തരായ എല്ലാ ഇമാമുമാർ, ഇമാം ബുഖാരി, മുസ്ലിം, നസായി അടക്കമുള്ള സിഹാസുത്തെയും പിന്നീടുള്ള ബാക്കിയുള്ള സിഹാസുത്തെയും, അതായത് 2 തരത്തിൽ 12ഓളം എണ്ണിപ്പറയുന്ന ഇമാമുമാരെല്ലാവരും ഈ ഹദീസിൻ്റെ ക്രോഡീകരണത്തിൽ ഇത്രയും പണിപ്പെട്ട് വർക്ക് ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. എന്തിനാണ് ഈ തരത്തിലുള്ള വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ അവർ ഏറ്റെടുത്തത്? അതായത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആനും ഹദീസും അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ രൂപപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് അത് രൂപപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഹദീസിനെ കുറിച്ചുള്ള പഠനങ്ങൾ അസ്മാഉ റിജാല് പോലുള്ള, ഉലൂമുൽ ഹദീസ് പോലുള്ള ഒരുപക്ഷെ ലോക നാഗരികതയുടെ ചരിത്രത്തിൽ തന്നെ ഹിസ്റ്റോറിയോഗ്രഫി എന്നതിന് ഒരു ഉദാഹരണമായി ഇസ്ലാമിൻ്റെ ചരിത്ര രചനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ കളക്ഷനും ആ കളക്ട് ചെയ്ത റിപ്പോർട്ടർമാരെ കുറിച്ചുള്ള പഠനങ്ങളും ഹിസ്റ്റോറിയോഗ്രഫി എന്ന പഠനത്തിൻ്റെ ആദ്യ രൂപവും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം പണ്ഡിതന്മാരുടെ, മുഹദ്ദിസുകളുടെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ഹിസ്റ്റോറിയോഗ്രഫിയിലുള്ള കോൺട്രിബ്യൂഷനാണ്. ഈ വേദഗ്രന്ഥങ്ങൾ, അതിന് തെളിവായി വന്ന സുന്നത്തുകൾ നമ്മളത് വിശദീകരിക്കുമ്പോൾ ആ സുന്നത്തുകൾക്ക് വേണ്ട തരത്തിലുള്ള സൂക്ഷ്മത ഉണ്ടാവണം. റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കിടയിൽ സ്വഭാവപരമായ തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലേക്ക്, അത്രയും കർക്കശ നിലപാടിലേക്ക് പണ്ഡിതന്മാർ എത്തിച്ചേർന്നത് അത് സുന്നത്ത് എന്നതിൻ്റെ പ്രാമാണികതയ്ക്ക് കോട്ടം തട്ടാൻ പാടില്ല എന്നുള്ളൊരാശയം അവരുടെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തരത്തിൽ ഖുർആൻ്റെ ചർച്ചയ്ക്കപ്പുറം സുന്നത്തിൻ്റെ പ്രാമാണികത, അതിൽ ആ പണ്ഡിതന്മാർ ചെയ്ത അസ്മാ റിജാല് പോലുള്ള പഠനങ്ങൾ, അവർ റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാരെക്കുറിച്ചും ആൾക്കാരെക്കുറിച്ചും അതിൻ്റെ സനദും അതിൻ്റെ ഇസ്നാദും അതിൻ്റെ മുത്തവാത്തിർ പോലുള്ള പദപ്രയോഗങ്ങളെല്ലാം എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് ഇസ്ലാമിക ലോകം, മുസ്ലിം പണ്ഡിത ലോകം ഹദീസിനെ സമീപിച്ചത് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ശ്രമകരമായ വർക്ക് അവർ ഏറ്റെടുത്തത്? അതായത് പൊതുവേ ഇസ്ലാമിക ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ ഹദീസ് നിഷേധം മുസ്ലിങ്ങൾക്കിടയിൽ ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ. ആ സാഹചര്യത്തെ അവർ പറയുന്നത് സ്വാഭാവികമായും ചില ഹദീസുകൾ, വേണ്ടാത്ത വിശദീകരണങ്ങളുള്ള ലൈഫായ ഹദീസുകളെ അത് മുന്നിൽ കാണിച്ചുകൊണ്ട് എല്ലാ ഹദീസുകളും ഈ രീതിയിലാണെന്ന് പറയുന്ന ആരോപണം മുന്നോട്ട് കൊണ്ടുവരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ ഒരു പ്രതികരണം ഈ ആരോപണം വരുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ പഠിച്ച് കഴിഞ്ഞുണ്ടാക്കിയെടുത്ത വിജ്ഞാന ശാഖയാണ് അസ്മാഉ റിജാലും അതുപോലെ തന്നെ
ഉലൂമുൽ റിജാലും അല്ലെങ്കിൽ ഉലൂമുൽ ഹദീസ് പോലുള്ള പഠനശാഖകൾ. ഈ ആരോപണം വരുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിക ലോകത്തെക്കുറിച്ചും ഇസ്ലാമിൻ്റെ അടിസ്ഥാന സോഴ്സിനെക്കുറിച്ചും ഈ തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടാവരുത്, ഇനി അഥവാ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ ഹദീസുകളും സൂക്ഷ്മമായിരിക്കണം എന്നുള്ള ഒരാശയമാണ് അതിൻ്റെ പുറകിൽ. അതുകൊണ്ട് തന്നെയാണ് സ്വഹീഹായി എന്ന് നമ്മൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ പോലും വഈഫായ ഹദീസുകൾ ഉണ്ട് എന്നുള്ള പഠനങ്ങൾ പോലും പണ്ഡിതന്മാർ മുന്നോട്ട് വരും. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും പോലും വഈഫായ ഹദീസുകളുണ്ട്. അതുപോലെ തന്നെ മൗദൂ ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലി കഥകളുടെ ഒരുപാട് സ്വാധീനം തഫ്സീറുകളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉണ്ട് എന്നുള്ളത് പഠനങ്ങൾ ഈ പണ്ഡിതന്മാർ തന്നെ മുന്നോട്ട് വെച്ചതായും നമുക്ക് കാണുവാൻ കഴിയും. പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഹദീസ്, അതുപോലെ തന്നെ ഖുർആൻ, ഇതിൻ്റെ സംരക്ഷണം, ഖുർആൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു എന്നതുകൊണ്ട് തന്നെ അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ ഹദീസ് എന്നത് അത് വളരെ സൂക്ഷ്മമായി തന്നെ നബിയുടെ കാലത്ത് തന്നെയും താബികളും താബികളും പിൻകാലത്ത് വന്ന പണ്ഡിതന്മാരുമെല്ലാം അത് സൂക്ഷ്മമായി പഠിച്ച് വേണ്ട രീതിയിൽ തന്നെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഹദീസിൻ്റെ പ്രാമാണികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ഈ ഒരു തരത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സോഴ്സുകളായ ഖുർആൻ, ഹദീസ്, ഇത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ചെലുത്തേണ്ട സ്വാധീനം, അത് വിശ്വാസത്തിലൂടെയും മുസ്ലിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ, ഇസ്ലാമിക കാര്യങ്ങളിലൂടെയും ഒരു പൂർണ്ണ മനുഷ്യനിലേക്ക്, ഒരു ഭക്തനായ, ആബിദായ, എന്നാൽ മുഴുവൻ കാര്യങ്ങളും ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനിലേക്ക്, മനുഷ്യൻ്റെ രൂപീകരണത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള ആശയമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ തന്നെ അന്നഫ്സുൽ ലവ്വാമ, ആ തരത്തിലുള്ള അന്നഫ്സുൽ അമ്മാറ, അന്നഫ്സുൽ ലവ്വാമ, അന്നഫ്സുൽ മുത്മഇന്ന എന്നുള്ള മനുഷ്യൻ്റെ വിവിധ മാനസിക ഘടനയെക്കുറിച്ചും ഖുർആൻ പഠിപ്പിക്കുന്നത്. അതായത് മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സിൽ നിന്ന് മാറി ആ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനെ തന്നെ ആക്ഷേപിക്കുന്ന ഒരു മനസ്സിലേക്കുള്ള ഒരു വികാസം, അതിൽ നിന്ന് മാറി എല്ലാം കൊണ്ടും ശാന്തമായ ഒരു മനസ്സിലേക്കുള്ളൊരു വളർച്ച, ഈ ഒരു തരത്തിൽ ഈമാൻ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചും ഇസ്ലാം നമ്മെ പരിചയപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാം എന്നതിനെ അത് എല്ലാവർക്കുമുള്ള ഒരാശയ സംഹിതമായി എന്ന നിലയിലും, അതുപോലെ തന്നെ ഒരു ഉമ്മത്ത് എന്ന നിലയിൽ, മുസ്ലിം സമൂഹം അത് രൂപപ്പെടേണ്ട ഒരു സംവിധാനം എന്ന നിലയിലും ഇസ്ലാമിനെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.